പാലക്കാട് ഓരോ അങ്ങാടി നിർത്തി പോകേണ്ടി ഓരോ അങ്ങാടിയിലും പറയാനുള്ളത് മനുഷ്യർക്ക് പരിഭവങ്ങളുടെ ബി എൽ ഒമാരുടെ യോഗത്തിന് ഞാൻ കഴിഞ്ഞ ദിവസം വിക്ടോറിയ കോളേജിലേക്ക് പോയിരുന്നു. അപ്പോൾ ചില ബി എൽ ഒമാരെ ഞാൻ കണ്ടു. ഒരു കാര്യം പറയണം, റിപ്പോർട്ടർ TV ഭാരത് ബെൻസിന്റെ ഒരു ബസ്സിലെ അവരെ മൊത്തം മാധ്യമപ്രവർത്തകരും കൂടി ഒരു ബസ് പുതിയതായിട്ട് വാങ്ങിച്ചതായിരിക്കണം അതിൽ യാത്ര ചെയ്യാണ് പാലക്കാട് റിപ്പോർട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ഭാരത് ബെൻസിൻ്റെ ബസ്സിൽ. അത് അവരുടെ സ്വന്തം ബസ്സാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ റിപ്പോർട്ടർ TV എന്നൊക്കെ വലുതായിട്ട് എഴുതിയിട്ടുണ്ട്. ഒരു മാധ്യമം എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിലെ കേരളത്തിലെ ഒരു മാധ്യമം അവരുടെ മൊത്തം ക്രൂവിന് പോകാൻ വേണ്ടിയിട്ട് അവരുടെ സാധാരണ കാറുകളാണ് അവർ ഉപയോഗിക്കാറ്. പക്ഷേ എല്ലാവരും കൂടി ഒരുമിച്ച് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബസ് വാങ്ങിച്ച് പോവുക എന്നുള്ളത് ഒരു സാധാരണ കാര്യമാണ്. പക്ഷെ അതാകാനും കേരള സർക്കാരാണ് ചെയ്തത് എന്ന് വെച്ചാൽ അതൊരു വലിയ വാർത്തയാണ്. അത് ഞാൻ ബസ്സിന് എന്തെങ്കിലും ഒരു പഞ്ചർ വന്നു എന്ന് വെച്ചാൽ മുട്ടണ്ട, അതൊരു വലിയ ബ്രേക്കിംഗ് ന്യൂസാണ്. ഞാൻ ഈ വണ്ടി ഓടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുകയായിരുന്നു, എല്ലാ നിയമങ്ങളെയും പാലിക്കുന്ന അതിൽ ഡ്രൈവർ സീറ്റ് ബെൽറ്റ് ധരിച്ചതായിട്ട് കണ്ടില്ല. ഇനിയിപ്പോൾ വൈറ്റ് കളറുള്ള സീറ്റ് ബെൽറ്റ് ആണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളൊരു ആരോപണം അറിയാതെ ഉന്നയിക്കാൻ മാധ്യമപ്രവർത്തകനല്ലല്ലോ. ഇന്ന കാലത്ത് നവകേരള ബസ് വാഹനത്തിന്റെ സാങ്കേതിക തകരാർ, വാഹനം വഴിയിൽ നിർത്തിയിരിക്കുന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. പരീക്ഷ ഉദ്ഘാടന വേദിയിലേക്ക് പോയ വാഹനത്തിന് സാങ്കേതിക തകരാർ സംഭവിച്ചിരിക്കുന്നു. ദേശീയപാതയുടെ ഒന്നറിയിച്ച് തീരാണല്ലോ കാണാൻ ഇറങ്ങിയതാണ്. ഇനി ഏഷ്യാനെറ്റ്, റിപ്പോർട്ടർ TV അതുപോലുള്ള വലിയ മാധ്യമങ്ങൾ അവരെത്ര ദുർബലരാണ് ഇപ്പോൾ വാർത്തകൾ കൈകാര്യം ചെയ്യുന്നത് എന്ന് മനസ്സിലാവണമെങ്കിൽ UP-യിലെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ 10ഓളം കുട്ടികളാണ് വെന്തു മരിച്ചത് തീപിടുത്തത്തിൽ. ഒരു അപകടമാണ്. പക്ഷേ നമ്മുടെ ഏതെങ്കിലും ഒരു കേരളത്തിലൊരു മാധ്യമം, നമ്മൾ പറയുന്ന പോലെ വലിയ ഏഷ്യാനെറ്റ് അതുപോലത്തെ റിപ്പോർട്ടർ TV 24 പോലത്തെ ഏതെങ്കിലും ഒരു മാധ്യമത്തിൻ്റെ ഒരു മാധ്യമപ്രവർത്തകൻ അവിടെ നിന്ന് അവിടുത്തെ തൽസ്ഥിതി റിപ്പോർട്ട് ചെയ്യുകയെ അവിടുത്തെ ദയനീയത കാണിക്കുകയെ നമ്മുടെ മുമ്പിൽ ഉണ്ടായില്ല. അത് മാധ്യമങ്ങളുടെ ഒരു മാറ്റമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെയൊക്കെ മാധ്യമപ്രവർത്തകർ എത്തിയിരുന്ന ഒരു സ്ഥലത്തുനിന്ന് നമ്മളുടെ കേരളത്തിൽ മാത്രം എല്ലാവരും കൂടി ഒതുങ്ങി കൂടുന്ന രീതിയിലേക്ക് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനായിട്ട് മാറുന്നു എന്നുള്ളതാണ്. ദേശീയ വാർത്തകൾ തന്നെ വെറുതെ ഒന്ന് പറഞ്ഞു പോകുന്നു എന്നല്ലാതെ ആ വാർത്തകളെ കാണിക്കുന്നില്ല. അതും അജണ്ടയുടെ ഭാഗമാണ്. പിന്നെ മണിപ്പൂരിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. ആ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഇപ്പോൾ റോക്കറ്റ് ലോഞ്ചറൊക്കെ വെച്ചിട്ടുള്ള ഒരു വലിയ യുദ്ധസമാനമായ അന്തരീക്ഷമാണ്. ആ സമയത്തും അവിടെ നിന്നുള്ള വാർത്തകൾ ചെയ്യാനായിട്ട് ഒരാളും ഓടിയില്ല. നമുക്കറിയാം ഉക്രൈൻ യുദ്ധത്തിൻ്റെ സമയത്ത് അവിടെ ഓടിപ്പോകാൻ കാണിച്ച ഇൻട്രസ്റ്റ് പോലും മണിപ്പൂരിലെ ഒരു മാധ്യമപ്രവർത്തകൻ്റെ ലക്ഷണം പോലും ഇല്ല എന്നുള്ളതാണ് നമുക്ക് മുമ്പിൽ തെളിയിക്കുന്ന ഒരു കാര്യം. പിന്നെ മാധ്യമപ്രവർത്തകർക്ക് വേറെ ആരെങ്കിലും ചീത്ത പറയണമെങ്കിൽ അവരുടെ ഐക്യത്തെക്കുറിച്ച് പറയാനായിട്ട് പറ്റുന്നൊരു കാര്യമാണ്. അതിൻ്റെ ഏതാണ്ടൊരു വാർഷികമാണ്. മറിയക്കുട്ടി ചേട്ടത്തി പെൻഷൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയ വിവാദങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ട് മറിയക്കുട്ടി ചേട്ടത്തി ചാനലുകൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരാളായി മാറുകയും നമ്മുടെ ഒരു മാധ്യമപ്രവർത്തകയെ സുരേഷ് ഗോപി മോശമായിട്ട് ബിഹേവ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടുണ്ടായ ആ ഒരു പ്രശ്നത്തിൽ മാധ്യമപ്രവർത്തകരോട് സുരേഷ് ഗോപി സ്ഥിരമായിട്ട് അങ്ങനെ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഈ അടുത്ത് പോലെ നിങ്ങളുടെ തീറ്റയാണെന്ന് പറയുമ്പോഴും ആ തീറ്റ എന്താ പറയുക സ്വാദിഷ്ടത്തോടെ ഭക്ഷിക്കാനായിട്ട് കാത്തു നിൽക്കുന്ന മാധ്യമങ്ങളെ നമ്മൾ കണ്ടതാണ്. പക്ഷെ മറിയക്കുട്ടി ചേട്ടത്തി പറഞ്ഞ കുറേ കാര്യങ്ങൾ അത് ഇപ്പോഴും ഓർക്കേണ്ടതുണ്ട്. ഇവരിങ്ങനെ ഒരാളെ രണ്ടാളായിട്ടല്ലോ ആ സുരേഷ് ഗോപിനെ എന്നാ മോളേന്ന് വെച്ച് ഒരു ചട്ടിയതിന് എന്തെല്ലാം ഇവരുടെ ഭീഷണി ഉണ്ടാക്കിയാണ് ഇവരുടെ കൃഷിയല്ലത്. ഈ സുരേഷ് ഗോപിനെ ഇന്നും ഇന്നത്തെ കാണണല്ല, ഈ TV-യിൽ ഈ സിനിമയിലൊക്കെ കാണുന്നത് നല്ല സുന്ദരി പെണ്ണും കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ഈ BJP-യുടെ മുൻ MP സുരേഷ് ഗോപിയുടെ കയ്യിൽ നിന്ന് ഒരു മാധ്യമപ്രവർത്തകർക്ക് ഉണ്ടായ മോശം അനുഭവം, അതിന്റെ ഭാഗമായിട്ട് അവർ കേസ് കൊടുത്തതിന് ശേഷമാണ് കേസ് എടുത്തത്. വെറുതെ കേസ് എടുത്തിട്ടില്ല. അത്രത്തോളം നടന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് മറ്റൊരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ അഭിലാഷ് മോഹന്റെ മുമ്പിൽ വെച്ച് മറിയക്കുട്ടി ചേട്ടത്തി ഇങ്ങനെ വസ്തുതാവിരുദ്ധമായ കാര്യം പറയുന്നത്. അഭിലാഷ് മോഹൻ തിരുത്തുന്നില്ല, കാരണം ആ പ്രായം കൊണ്ടായിരിക്കും തിരുത്താത്തത്. ഇത് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കപ്പെടുന്നത്. ഇവർ ചെയ്ത സമരമൊക്കെ ശരിയാണ്, തെറ്റാണെന്നല്ല പറയുന്നത്. പക്ഷെ ഇവർ പറയുന്നത് രാഷ്ട്രീയം മാത്രമാണ്, യാഥാർത്ഥ്യമായിട്ട് ബന്ധമില്ലാത്ത രാഷ്ട്രീയം. അതെ, പോയ കാലം അതിങ്ങനെയാണ്. ചരിത്രം കണക്ക് ചോദിക്കാതെ കടന്നു പോവില്ല. എല്ലാവർക്കും ഒരു നല്ല ദിവസം. എല്ലാവർക്കും നമസ്കാരം.